സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൂൾസ് ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡിസസ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഡെവലപ്മെൻറ്റ് ഇൻഡിസസ്? ഇവിടെ കാണാം. പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇതൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ, അസസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സൂചികകൾ, മെഷറിംഗ് ടൂൾസ് ആണ്, ഇൻഡെക്സുകളാണ് ഡെവലപ്മെൻറ്റ് ഇൻഡിസസ്. ഈ പറയുന്ന 4 എണ്ണം. അതിൽ പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഇത് രണ്ടും നമ്മൾ, അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഈ പറയുന്ന 3 കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. അപ്പോൾ അത് കാണാത്തവർ കഴിഞ്ഞ വീഡിയോ കാണാം. അതേപോലെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാമത്തെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, മാനവ സന്തോഷ സൂചിക എന്ന് പറയും. മാനവ സന്തോഷ സൂചിക. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്? ശ്രദ്ധിക്കാം. Apart from the above mentioned development indices, the United Nations organization has recognized the Human Happiness Index as well. നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, പെർ ക്യാപിറ്റ ഇൻകം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇൻഡെക്സുകൾക്ക് പുറമെ, ഈ പറയുന്ന വികസന സൂചികകൾക്ക് പുറമെ, ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയ മറ്റൊരു പുതിയ വികസന സൂചികയാണ്, ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, മാനവ സന്തോഷ സൂചിക. ഓക്കെ, ദിസ് ഇൻഡെക്സ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ഭൂട്ടാൻ. ശ്രദ്ധിക്കുക, ഈ ഒരു വികസന സൂചിക വികസിപ്പിച്ചെടുത്തത് ആരാ? വലിയ വികസിത രാജ്യമൊന്നുമല്ല, ഭൂട്ടാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമുണ്ട്, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഭൂട്ടാനാണ് ഈ ഒരു ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു വികസന സൂചിക വികസിപ്പിച്ചെടുത്തത്. ആൻഡ് വാസ് ലേറ്റർ റിക്കഗ്നൈസ്ഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. പിന്നീട് അത് ഐക്യരാഷ്ട്ര സംഘടന പിന്നെന്ത് ചെയ്തു? അതിനുള്ള അംഗീകാരം നൽകുകയാണ് ചെയ്തത്. 9 indicators are considered for the calculation of human happiness index. അതായത് 9 സൂചകങ്ങളാണ്, 9 സൂചികകളാണ്, അതിൽ 9 ഫാക്ടേഴ്സ് ആണ് ഈ ഒരു മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിനായിട്ട് പരിഗണിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഒരു രാജ്യത്തിന്റെ സന്തോഷ സൂചിക കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 9 ഘടകങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഈ പറയുന്ന 9 ഘടകങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏതൊക്കെയാ? 1, ഹെൽത്ത്, ആരോഗ്യം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ലൊരു ജീവിത നിലവാരം, കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, പ്രകൃതിയുടെയും അതേപോലെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിന്റെയും ഒക്കെ സംരക്ഷണം, സോഷ്യൽ ലൈഫ് ആൻഡ് നെയ്ബർ റിലേഷൻസ്, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, നെയ്ബർ റിലേഷൻസ്, ഗുഡ് ഗവേണൻസ്, അതായത് ഒരു നല്ല ഭരണം, അഴിമതിയൊന്നും ഇല്ലാത്ത ഒരു മികച്ച ഭരണം, ഓക്കെ, അഴിമതി രഹിതമായിട്ടുള്ളൊരു ഭരണം, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതായത് സാംസ്കാരിക വൈവിധ്യം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇഫക്റ്റീവ് യൂസ് ഓഫ് ടൈം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം. ഇങ്ങനെയുള്ള 9 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഈ കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ സമൂഹം ഒരു നല്ല സൊസൈറ്റി ആയിരിക്കും, നല്ല ജനതയായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും, അല്ലെ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇന്ത്യ റാങ്ക്സ് 133 among the world nations in the Human Happiness Index 2018. ശ്രദ്ധിക്കണം, 2018, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നല്ല, 2 വർഷം മുമ്പാ, 2018 ഈ ഒരു ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? വെറും 133ാം റാങ്കാ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മാനവ സന്തോഷം, മനുഷ്യന്റെ സന്തോഷം അളക്കുന്ന ഒരു സൂചിക കൂടിയാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ സന്തോഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തിന്റെ വികസനം, ഡെവലപ്മെന്റ് മെഷർ ചെയ്യുന്ന ഒരു സൂചിക കൂടിയാണ് ഇത് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മുടെ സന്തോഷം അപ്പം വളരെ താഴെയാണ്, ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും ഹാപ്പി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ലോകത്തെ രാഷ്ട്രങ്ങളുടെ എണ്ണത്തിൽ, ലോകരാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ 133ാം സ്ഥാനം മാത്രമാണ് ആർക്കുള്ളത്? നമ്മുടെ
രാജ്യത്തിനുള്ളത്. ഓക്കെ, 2018 133 സ്ഥാനമാണ് നമ്മുടെ റാങ്ക്. 2015 117 സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. 2015 117 റാങ്കാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അത് 2018 ആയപ്പോൾ 133 റാങ്കിലേക്ക് വീണ്ടും ഒന്നുകൂടി ബാക്കോട്ട് പോയി. ഓക്കെ, ദി കൺട്രീസ് ദാറ്റ് റാങ്ക് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആർ ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക് റെസ്പെക്റ്റീവ്ലി. ശ്രദ്ധിക്കണം, ഈ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം, മാനവ സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും ഒന്നാം റാങ്ക് ഏത് രാജ്യത്തിനാ? 1 ഫിൻലാൻഡ് ആണ്, 2 നോർവേ ആണ്, 3 ഡെൻമാർക്ക് ആണ്. ഇത് 3ഉം സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ പെട്ടതാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾ വളരെ ഹാപ്പിയാണ് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യ പരിപാലനം, നല്ല സാമൂഹിക സുരക്ഷിതത്വം, അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്ന കാര്യം, എല്ലാ കാര്യത്തിലും അവിടെ എന്താണ് മികവുറ്റ ഒരു രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രകാരം ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നിവയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ ഉള്ളത്. നമ്മുടെ റാങ്ക് എത്രയാണ്? 133. ഒരുപാട് നമ്മൾ ഇനിയും വളരാനുണ്ട്, മെച്ചപ്പെടാനുണ്ട് എല്ലാ മേഖലയിലും എന്ന് നമുക്ക് തന്നെ അറിയാം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ 4 ഡെവലപ്മെന്റ് ഇൻഡെക്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു, 4 ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഏതൊക്കെയാണ്? ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്, അതേപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതേപോലെ തന്നെ മറ്റൊന്ന് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, മറ്റൊന്ന് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഈ 4 വികസന സൂചികകളും നമ്മൾ മനസ്സിലാക്കി. ഇനി അവസാനത്തെ ഒരു ഭാഗത്തേക്ക് കടക്കാണ്. ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വികസനം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്തൊക്കെയാണ് നോക്കാം. The challenges faced by development in India. Development in India face several challenges. Among them, the most important is poverty. ഒന്നാമത്തെ ചാലഞ്ച് എന്താ? ദാരിദ്ര്യം. പോവേർട്ടി എന്നതാണ് ഒന്നാമത്തെ ചാലഞ്ച്. ഓക്കെ, according to the Rangarajan panel report prepared for the Planning Commission of India in 2011-12, 29.5% of people were poor. 29% ജനങ്ങൾ ഇന്ത്യയിൽ ദരിദ്രരാണ് എന്നാണ് പിന്നെ കണക്ക്. 2011-12 സ്റ്റഡിയാണ്. 29.5% ആളുകൾ ഇന്ത്യയിൽ എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അവർ ദരിദ്രരാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. Okay, according to the Rangarajan panel report prepared for the Planning Commission of India. Planning Commission of India വേണ്ടി തയ്യാറാക്കിയ Rangarajan panel റിപ്പോർട്ട് പ്രകാരം 29.5% ആളുകൾ they were poor. Apart from poverty, there exist other problems like illiteracy. നമ്മുടെ വികസനം നേരിടുന്ന മറ്റു ചില പ്രശ്നങ്ങൾ, ഒന്ന് പോവേർട്ടി, മറ്റൊന്ന് ഇല്ലിറ്ററസി അഥവാ നിരക്ഷരത, വിദ്യാഭ്യാസമില്ലാത്ത അവസ്ഥ, മാൽന്യൂട്രീഷൻ, പോഷകാഹാര ലഭ്യത കുറവ്, ഇക്കണോമിക് ഇനീക്വാളിറ്റി, സാമ്പത്തിക അസമത്വം, അതായത് സാമ്പത്തികമായിട്ട് ധാരാളം പണം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, വ്യക്തികളുണ്ട്, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ദരിദ്രരായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു അസമത്വം, ഇക്കണോമിക് ഇനീക്വാളിറ്റി മറ്റൊരു പ്രശ്നമാണ്. മറ്റൊന്ന് ഡെത്ത് ബൈ സ്റ്റാർവേഷൻ, പട്ടിണി മരണങ്ങൾ, നല്ല ഭക്ഷണം കിട്ടാതെ, ആഹാരം കിട്ടാതെ വിശന്നുള്ള മരണം, അങ്ങനെയുള്ള ഡെത്ത് ബൈ സ്റ്റാർവേഷൻ, പട്ടിണി മരണങ്ങൾ മറ്റൊരു വെല്ലുവിളിയാണ്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നു അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് എന്താണ്? തൊഴിലില്ലായ്മ. അൺഎംപ്ലോയ്മെന്റ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ്. ഈ പറയുന്നതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഡെവലപ്മെന്റ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, വികസനം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എന്തൊക്കെയാണ്? പോവേർട്ടി, ഇല്ലിറ്ററസി, മാൽന്യൂട്രീഷൻ, economic inequality, death by starvation, unemployment, etc. Okay, unemployment, ഇവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ഉണ്ട്. പോവേർട്ടി ഇൻ ഇന്ത്യ, ദാരിദ്ര്യം ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. ഇൻ ഇന്ത്യ പോവേർട്ടി ഈസ് മെഷേർഡ് ഓൺ ദി ബേസിസ് ഓഫ് കലോറി ഇൻടേക്ക്, അതായത് പിന്നെ കലോറിയുടെ, നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കലോറിയുടെ കണക്കനുസരിച്ചാണ് നമ്മൾ ദാരിദ്ര്യം ഇന്ത്യയിൽ കണക്കാക്കുന്നത്. ഇൻ റൂറൽ ഏരിയാസ്, ഇഫ് ദി ഇൻകം ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു പർച്ചേസ് ഫുഡ്സ് supplying 2400 calories per day, then the person is said to be poor. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമപ്രദേശത്ത് ഒരു ദിവസം 2400 കലോറി ഊർജം കിട്ടുന്ന ആഹാരം വാങ്ങാനുള്ള വരുമാനം ഓക്കെ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിലാണെന്ന് പറയാം. ശ്രദ്ധിക്കണം,
ഗ്രാമപ്രദേശങ്ങളിലെ കണക്കാണെങ്കിൽ 2400 കലോറി ഊർജം നമുക്ക് കിട്ടണമെങ്കിൽ എത്രത്തോളം ഭക്ഷണം നമ്മൾ കഴിക്കണോ ആ ഭക്ഷണം വാങ്ങാനുള്ള വരുമാനം നമുക്ക് ഇല്ലെങ്കിൽ, ഒരു ദിവസത്തെ കണക്കാണ്, ഒരു ദിവസം 2400 കലോറി ഊർജം കിട്ടാൻ എത്ര ഭക്ഷണം നമ്മൾ കഴിക്കണോ ആ ഭക്ഷണം വാങ്ങാനുള്ള പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ, അതിനുള്ള വരുമാനം നമ്മളില്ലെങ്കിൽ നമ്മൾ എന്താണ്? ദരിദ്രരാണ്. ഇനി നഗരത്തിലെ കണക്കാണെങ്കിലോ, ഇൻ urban areas this is 2100 calories. ഓക്കെ, നഗരങ്ങളിലാണെങ്കിൽ 2100 കലോറി പിന്നെ ഊർജം കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഓരോ ദിവസവും വാങ്ങാനുള്ള വരുമാനം നമുക്കില്ലെങ്കിൽ നമ്മൾ എന്താണ്? ദരിദ്രരാണ്. In India, states such as Uttar Pradesh, Bihar, Uttarakhand, Chhattisgarh and Odisha have more than 35% of population living in poverty. ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ ജനസംഖ്യയുടെ 35% കൂടുതൽ ആളുകൾ ദരിദ്രരാണ്, ദാരിദ്ര്യത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ദാരിദ്ര്യം നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. സാമ്പത്തികമായിട്ട് ചില ആളുകൾ ധാരാളം പണമുണ്ടാക്കി രാജ്യത്തിന്റെ മൊത്തം വരുമാനം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ നോക്കുമ്പോൾ, അതേപോലെ നാഷണൽ ഇൻകം ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് വളർച്ച ഉണ്ടാവുന്നുണ്ടെങ്കിലും ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ശതമാനം ആളുകൾ ഇപ്പോഴും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് ഈസ് അനദർ ചാലഞ്ച് ഫേസ്ഡ് ബൈ ഇന്ത്യ. നമ്മുടെ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണ്? അൺഎംപ്ലോയ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞു, ഫോർ മോർ ദാൻ 20 years the trend seen is that in spite of an economic growth rate of 8 to 9%, the employment growth rate still remains at 1% or less. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? 8 മുതൽ 9% വരെ സാമ്പത്തിക വളർച്ച നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ തൊഴിലിന്റെ വളർച്ചാ നിരക്ക്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ വളർച്ചാ നിരക്ക് നമ്മൾ നോക്കുമ്പോൾ അത് എത്രയാ? 1% അല്ലെങ്കിൽ 1ൽ താഴെയോ മാത്രമാണ്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നർത്ഥം. അതൊരു വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ്. Okay, this means that economic growth of 8 to 9% does not create employment opportunities. അതിനർത്ഥം എന്താണ്? 8-9% എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് എന്തുണ്ടാക്കുന്നില്ല? does not create employment opportunities. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. തൊഴിലവസരങ്ങൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ കൂടുതൽ ആളുകൾക്ക് വരുമാനം കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴേ അവരുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താവുന്നുള്ളൂ? ഇംപ്രൂവ് ആവുന്നുള്ളൂ, ഇക്കണോമിക് ഡെവലപ്മെന്റ് സാധ്യമാവുന്നുള്ളൂ. Another challenge faced by the development is the problem of inequality. അസമത്വം, സാമ്പത്തിക അസമത്വമാണ് പിന്നെ നമ്മുടെ വികസനം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പത്തിക അസമത്വം. There are 3 types of inequality. 3 തരത്തിലുള്ള അസമത്വങ്ങളുണ്ട്. ഒന്ന് ഇക്കണോമിക് ഇനീക്വാളിറ്റി, സാമ്പത്തിക അസമത്വം. ഇനീക്വാളിറ്റി ഇൻ ഇൻകം, വരുമാനത്തിലുള്ള അസമത്വം. റീജിയണൽ ഇനീക്വാളിറ്റി, ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം. റീജിയണൽ പ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം, റീജിയണൽ ഇനീക്വാളിറ്റി. നമുക്ക് നോക്കാം. ഓൾ ദീസ് ടൈപ്സ് ഓഫ് ഹാർഷ് ഇനീക്വാളിറ്റീസ് പ്രിവെയിൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. Economic inequality is measured on the basis of the share of the people in the total wealth of a country. ഇക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിൽ, അതേപോലെ രാജ്യത്ത് ലഭ്യമായ വരുമാനം, രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിലും രാജ്യത്ത് ലഭ്യമായിട്ടുള്ള വരുമാനത്തിലും ജനങ്ങൾക്കുള്ള പങ്കിന്റെ അടിസ്ഥാനത്തിലാണ് യഥാക്രമം നമ്മൾ എന്ത് പറയുക? സമ്പത്തിലുള്ള അസമത്വം, അതേപോലെ വരുമാനത്തിലുള്ള അസമത്വം ഒക്കെ പറയാം. ഓക്കെ, ഒന്നുകൂടി നോക്കാം. Economic inequality is measured on the basis of the share of the people in the total wealth of a country. Inequality in income, on the other hand, is based on the people's share in income generated in a nation. Okay, അതായത് രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിലും രാജ്യത്ത് ലഭ്യമായ വരുമാനത്തിലും ഇൻകത്തിലും ജനങ്ങൾക്കുള്ള പങ്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് യഥാക്രമം എന്തൊക്കെ പറയാം? സമ്പത്തിലുള്ള അസമത്വവും അതേപോലെ വരുമാനത്തിലുള്ള അസമത്വവും പിന്നെ കണക്കാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി സിമ്പിളാക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇനീക്വാളിറ്റി ഇൻ ഇൻകം എന്ന് പറയുമ്പോൾ വരുമാനത്തിന്റെ കാര്യത്തിൽ ഇനീക്വാളിറ്റി ഉണ്ട് എന്നർത്ഥം, അസമത്വമുണ്ട്. എല്ലാവർക്കും എന്തല്ല ഒരേ വരുമാനമല്ല. നേരത്തെ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ വളരെ ഉയർന്ന എത്രയോ കോടികൾ വരുമാനമുള്ള ആളുകളുണ്ട്. 1000 രൂപ പോലും വരുമാനം കിട്ടാത്ത, 1 രൂപ പോലും വരുമാനം കിട്ടാത്ത, തൊഴിലൊന്നുമില്ലാത്ത ആളുകളുമുണ്ട്. അപ്പോൾ എന്തുണ്ട്? ഇനീക്വാളിറ്റി ഇൻ ഇൻകം, ഇൻകത്തിന്റെ കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അസമത്വം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരേ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത ശമ്പളം, അല്ലെ? അതും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്.
പിന്നെ റീജിയണൽ ഇനീക്വാളിറ്റി, നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി ഇനീക്വാളിറ്റി, റീജിയണൽ ഇനീക്വാളിറ്റി, പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം. റീജിയണൽ ഇനീക്വാളിറ്റി ഈസ് ദ തേർഡ് ടൈപ്പ് ഓഫ് ഇനീക്വാളിറ്റി. ഫോർ എക്സാമ്പിൾ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ ഇൻ മെട്രോപൊളിറ്റൻ സിറ്റീസ് ഹാവ് ആക്സസ് ടു എംപ്ലോയ്മെന്റ്, ബെറ്റർ ഹോസ്പിറ്റൽസ്, ഗുഡ് റോഡ്സ്, ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ, ട്രാൻസ്പോർട്ട് സിസ്റ്റം, സ്കൂൾസ്, കോളേജസ്, ഇൻഡസ്ട്രീസ് എക്സെട്ര. അതായത് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ വലിയ നഗരങ്ങളിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. ഓക്കെ, വലിയ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എംപ്ലോയ്മെന്റ്, ബെറ്റർ ഹോസ്പിറ്റൽസ്, ഗുഡ് റോഡ്സ്, ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, സ്കൂൾസ്, കോളേജസ്, ഇൻഡസ്ട്രീസ്, ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ബട്ട് certain rural areas in states like Bihar, Uttar Pradesh and Odisha lack these facilities. ഓക്കെ, ചില ഉൾഗ്രാമങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ ഇങ്ങനെ നല്ല സ്കൂളുകളോ നല്ല കോളേജുകളോ നല്ല റോഡുകളോ നല്ല പിന്നെ അതേപോലെയുള്ള ആശുപത്രികളോ തൊഴിലവസരങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ചില പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു, ചില പ്രദേശങ്ങളിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ലഭ്യമാവുന്നില്ല. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള റീജിയണൽ ഇനീക്വാളിറ്റിയാണ്. ഇൻ ദോസ് റീജിയൻസ് ദ എക്സിസ്റ്റ് ഡെത്ത് ബൈ സ്റ്റാർവേഷൻ. ഈ സൗകര്യങ്ങളൊന്നും ലഭിക്കാത്ത പ്രദേശങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? ഡെത്ത് ബൈ സ്റ്റാർവേഷൻ, പട്ടിണി മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഡെത്ത് ബൈ സ്റ്റാർവേഷൻ. അതേപോലെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നില്ല, പിന്നെ തൊഴിലില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. തൊഴിലില്ലായ്മ, അല്ലെ, ലാക്ക് ഓഫ് ഗുഡ് റോഡ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, അതായത് നല്ല റോഡുകളുടെ അഭാവം, അതേപോലെ വാർത്താവിനിമയ സംവിധാനങ്ങളുടെ അഭാവം. ഓക്കെ, ലാക്ക് ഓഫ് ഗുഡ് റോഡ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഇതൊക്കെ ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഈ സൗകര്യങ്ങളെല്ലാം വളരെ കൂടുതലുമുണ്ട്, etc. Regional inequality signifies such a disparity in development among different regions. Okay, അപ്പോൾ ഈ റീജിയണൽ ഇനീക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പ്രദേശങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഡിസ്പാരിറ്റിയാണ്, ഈ ഒരു അന്തരമാണ്. ചില പ്രദേശങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാവുന്നു, ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള യാതൊരു സൗകര്യവും ലഭ്യമാവാത്ത അവസ്ഥയാണ് റീജിയണൽ ഇനീക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇനീക്വാളിറ്റീസ്, ഇക്കണോമിക് ഇനീക്വാളിറ്റി, ഇനീക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് റീജിയണൽ ഇനീക്വാളിറ്റി, ഇങ്ങനെയുള്ള ഇനീക്വാളിറ്റീസ് നമ്മുടെ രാജ്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ഇത് പരിഹരിക്കാതെ നമുക്ക് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റൂല? ഡെവലപ്മെന്റ്, ഇക്കണോമിക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് നമ്മൾ ഒരു മലയാളം കൊടുക്കുകയാണെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറയാം. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താ പ്രത്യേകത? We have understood that the main goal of any economy is economic development. As the result of economic development, many changes take place around us. For example, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, നമുക്ക് അതിലേക്ക് വരാം. അതായത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, മെയിൻ ഗോൾ ഓഫ് എനി എക്കണോമി ഈസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഏതൊരു രാജ്യത്തിന്റെയും പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക വികസനം നേടുക, സാമ്പത്തിക വികസനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെ? സാമ്പത്തിക വികസനം വേണം എന്നതാണ് മുഖ്യ ലക്ഷ്യം, നമുക്കറിയാം. ആസ് ദ റിസൾട്ട് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഈ സാമ്പത്തിക വികസനത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, മെനി ചേഞ്ചസ് ടേക്ക് പ്ലേസ് അറൗണ്ട് us, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടാവുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, സാമ്പത്തിക വികസനം ഉണ്ടെങ്കിൽ നല്ല ഗതാഗത സൗകര്യങ്ങൾ, നല്ല റോഡുകളും പാലങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ റാപ്പിഡ് urbanization. എന്താ റാപ്പിഡ് urbanization എന്ന് പറയുമ്പോൾ? വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന നഗരവൽക്കരണം, അല്ലെ? നഗരങ്ങളൊക്കെ വളരെ വേഗത്തിൽ, വളരെ പെട്ടെന്ന് പിന്നെ അതിന്റെ വളർച്ച സാധ്യമാവും. നഗരവൽക്കരണം ത്വരിതപ്പെടും, വളരെ വേഗത്തിലാവും. അതേപോലെ ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, വ്യവസായശാലകളുടെ എണ്ണമൊക്കെ എന്താവും? കൂടും. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ചുറ്റിലുണ്ടാവുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സച്ച് ചേഞ്ചസ് ഇംപ്രൂവ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് നേഷൻ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, നമ്മുടെ ജീവിത നിലവാരം എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ ഇക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ രാജ്യത്തിന്റെയും സാമ്പത്തിക അവസ്ഥ എന്ത് ചെയ്യും? കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. ഹൗഎവർ, ദി ഗ്രീഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് റിമെയിൻസ്. അതായത് അങ്ങനെയൊക്കെ വളർച്ചയുണ്ടായാലും മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അടങ്ങുന്നില്ല. ഓക്കെ, അവന്റെ
ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ്. ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളാണ് മനുഷ്യനുള്ളത്. സോ ഹൗഎവർ ദി ഗ്രീഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് റിമെയിൻ. മനുഷ്യന്റെ അത്യാർത്തി, അവന്റെ അത്യാഗ്രഹങ്ങൾ ഒരിക്കലും ശമിക്കുന്നില്ല. ഇറ്റ് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഡിഗ്രഡേഷൻ ഓഫ് നേച്ചർ. അത് എന്തിനു കാരണമാവുന്നുണ്ട്? പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണത്തിനും അതേപോലെ നമ്മുടെ പ്രകൃതിയുടെ നശീകരണത്തിനുമൊക്കെ അത് കാരണമാവുന്നുണ്ട്. ഒബ്സർവ് ദി പിക്ചേഴ്സ് ദാറ്റ് ഡെപിക്ട് സം ഇൽ എഫക്ട്സ് ഓഫ് urbanization ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. നഗരവൽക്കരണത്തിന്റെയും കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന്റെയും ഒക്കെ ഫലമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. മാലിന്യം കാണാം, അതേപോലെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കാണാം, അതേപോലെ സോയിൽ മൈനിങ്, അല്ലെ, മണ്ണ് ഖനനം ചെയ്യുന്നത്, മണ്ണ് മാന്തിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. ഓക്കെ, then in the quest for economic growth, human intervention often results in the depletion of natural resources and degradation of environment. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് വികസനത്തിന്റെ ഭാഗമായിട്ട് സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ നശിക്കാൻ, അതിന് ശോഷണം സംഭവിക്കാൻ, അത് ചീത്തയാവാൻ, പരിസ്ഥിതി നശിക്കാനൊക്കെ അത് കാരണമാവുന്നുണ്ട്. And in order to construct buildings and roads, quarries are made and hills are leveled. നമുക്കറിയാം, റോഡുകൾ ഉണ്ടാക്കാൻ, പാലങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കുന്നുകൾ ഇടയ്ക്കുന്നു, അതേപോലെ വലിയ പാറകൾ പൊട്ടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. This adversely affect the human life and local weather conditions. അതൊക്കെ എന്തിനു കാരണമാവുന്നുണ്ട്? ഓരോ പ്രദേശത്തും, അല്ലെ, ആ പ്രദേശത്തിന്റെ പ്രകൃതി നശിക്കാനും നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പല മാറ്റങ്ങളും പ്രകൃതിയിൽ ഉണ്ടാവാനും കാലാവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാവുന്നുണ്ട്. Though these activities lead to economic growth, they create problems for certain sections of society. അപ്പോൾ ഒരു കൂട്ടർക്ക് സാമ്പത്തികമായിട്ട് കുറെ നേട്ടങ്ങളും വളർച്ചയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റൊരു വിഭാഗത്തിന്, സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിന് മൊത്തത്തിൽ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിക്ക് മൊത്തത്തിൽ, പ്രകൃതിക്ക് മൊത്തത്തിൽ, പരിസ്ഥിതിക്ക് മൊത്തത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് നമ്മൾ പലതും ചെയ്യുമ്പോൾ ആ പ്രവർത്തികൾ പലപ്പോഴും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. വാട്ട് വി റിക്വയർ ഈസ് എ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് വിച്ച് ഡസ് നോട്ട് ഇമ്പാക്ട് ദി എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക് വികസന പ്രവർത്തികൾ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? വാട്ട് വി റിക്വയർ ഈസ് എ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് വിച്ച് ഡസ് നോട്ട് ഇമ്പാക്ട് ദി എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ സ്വീകരിക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്? ഇവിടെ പറയുന്നു, എ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച്, എ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് വിച്ച് ഡസ് നോട്ട് ഇമ്പാക്ട് ദി എൻവയോൺമെന്റ്. പ്രകൃതിയെ ബാധിക്കാത്ത തരത്തിലുള്ള, പ്രകൃതിയെ ബാധിക്കാത്ത തരത്തിലുള്ള, പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ് ആർക്ക് വേണ്ടത്? നമുക്ക് വേണ്ടത്. അതിനെ വിളിക്കുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. വാട്ട് വി റിക്വയർ ഈസ് എ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് വിച്ച് ഡസ് നോട്ട് ഇമ്പാക്ട് ദി എൻവയോൺമെന്റ്. വളരെ നല്ല വരികളാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ് നമുക്ക് വേണ്ടത്. ഒരു നല്ല മാനവ മുഖമുള്ള, പരിസ്ഥിതിക്ക് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരു വികസന സമീപനമാണ് നമുക്ക് വേണ്ടത്. ഇൻ അതർ വേർഡ്സ്, വി നീഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിനെ പറയുന്ന പേരാണ് സുസ്ഥിര വികസനം. അപ്പൊ എന്താണ് സുസ്ഥിര വികസനം? നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നു, Brundtland Commission, appointed by the United Nations Organization, has defined sustainable development as, ഇതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ബ്രണ്ട്ലാൻഡ് കമ്മീഷന്റെ ഒരു ഡെഫിനിഷൻ ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ആ കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തത്. ഡെവലപ്മെന്റ് വിച്ച് മീറ്റ്സ് ദി നീഡ്സ് ഓഫ് പ്രസന്റ് വിതൗട്ട് കോംപ്രമൈസിംഗ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്. വളരെ നല്ല അർത്ഥവത്തായ വരികളാണ്. അതായത് വരും തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രൂപത്തിൽ, അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അതായത് നമ്മൾ ഇവിടെ ജീവിക്കുന്ന ഇന്നത്തെ ജനത, ഇന്ന് ഇവിടെ ജീവിക്കുന്ന ഭൂമിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രകൃതിയിൽ നിന്നും ഒരുപാട് വിഭവങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അതവർക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ
നമുക്ക് ശേഷവും ഈ ഭൂമിയിൽ ഒരുപാട് ആളുകൾ ജീവിക്കാനുണ്ട്. അവർക്കും ഈ വിഭവങ്ങളൊക്കെ ആവശ്യമാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുത്ത് ഭാവി തലമുറയിലെ ജനങ്ങൾക്കുള്ളത് അവിടെ കരുതി വെച്ചുകൊണ്ടുള്ള വികസനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. ഡെവലപ്മെന്റ് വിച്ച് മീറ്റ്സ് ദി നീഡ്സ് ഓഫ് പ്രസന്റ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ പൂർത്തീകരിക്കുന്നു വിത്തൗട്ട് കോംപ്രമൈസിങ് ദി എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്. ഭാവി തലമുറ, ഇനിയും വരാനുള്ള ജനങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ ആവശ്യമുണ്ട്. അവർക്കുള്ള വിഭവങ്ങൾ നമ്മൾ സുരക്ഷിതമായി മാറ്റിവെച്ച് നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനമാണ് എന്ത്? സുസ്ഥിര വികസനം. Okay, this view ensures social justice while utilizing the natural resources. ഇത് വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ് അല്ലേ? ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് നമുക്ക് കാണാൻ പറ്റും, സാമൂഹ്യ നീതി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുന്നു, അതേപോലെ ഇനി വരുന്ന തലമുറകൾ നമ്മൾ അവിടെ സുരക്ഷിതമാക്കി മാറ്റിവെക്കുന്നു. ഗാന്ധിജി എപ്പോഴും പറയുന്ന ഒരു ആശയം കൂടിയായിരുന്നു ഇത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ എവിടെയുണ്ട്? പ്രകൃതിയിലുണ്ട്. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും വേണ്ട വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, പ്രകൃതിയിലുണ്ട്. പക്ഷെ ഒരാൾക്ക് പോലുമുള്ള അത്യാർത്തിക്കുള്ളത് എവിടെയില്ല? ഈ ഭൂമിയിലില്ല. ഓക്കെ, nature has enough resources for everyone's needs but not for anyone's greed. ഈ ലോകത്തുള്ള എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് ഭൂമിയിലുണ്ട്, ഒരാളുടെയും അത്യാർത്തിക്കുള്ളത് പ്രകൃതിയിലില്ല, ഭൂമിയിലില്ല. ഓക്കെ, the essence of this concept is natural resources are not to be enjoyed by one generation alone. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു കാതലായ ഭാഗമായി പറയുന്നത് ഓക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആർ നോട്ട് ടു ബി എൻജോയ്ഡ് ബൈ വൺ ജനറേഷൻ അലോൺ. ഒരു തലമുറക്ക് മാത്രം ഉപയോഗിച്ച് തീർക്കാനുള്ളതല്ല പ്രകൃതി വിഭവങ്ങൾ. നമുക്ക് മുന്നേ എത്രയോ കോടി ജനങ്ങൾ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അവർ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ മുഴുവൻ ഉപയോഗിച്ച് തീർക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതേപോലെ നമുക്ക് ശേഷവും ഒരുപാട് ആളുകൾ ജീവിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ നമ്മൾ ഇവിടെ കരുതി വെക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ്. ദി ഫ്യൂച്ചർ ജനറേഷൻ ടു ഹാസ് ദി റൈറ്റ് ടു യൂസ് ദം. ഇനി വരാനുള്ള തലമുറക്കും ഈ വിഭവങ്ങൾ അവകാശപ്പെട്ടതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഹാസ് 3 മെയിൻ ഗോൾസ്. എക്സാമിന് ചോദിക്കുന്നതാണ്, ഒരു വിശദീകരണോട് ആവശ്യമില്ല. എന്താ പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന് എൻവയോൺമെന്റൽ ഗോൾസ്, എക്കണോമിക് ഗോൾസ്, സോഷ്യൽ ഗോൾസ്. ഓക്കെ, പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. ഒരു എക്സ്പ്ലനേഷൻ അവിടെ ആവശ്യമില്ല. ഓക്കെ, 3 ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്: എൻവയോൺമെന്റൽ ഗോൾസ്, economic goals, social goals. Then observe the environment around you and identify the activities that challenge sustainable development. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയെ നിരീക്ഷിച്ച് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്, സുസ്ഥിര വികസനത്തിന് തടസ്സമാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി പറയാം. ആഡ് മോർ പോയിന്റ്സ് ടു ദി ഫോളോവിംഗ് ലിസ്റ്റ്. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ താഴെ പറയുന്നത് പോലെ കുറച്ച് പോയിന്റ്സ് കിട്ടും. അതിലേക്ക് 2 പോയിന്റ്സും കൂടി നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. നമുക്ക് നോക്കാം. റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി ചേർന്ന് പോവാത്ത, അതിന് പ്രശ്നമായി മാറുന്ന ചില കാര്യങ്ങളാണ് അല്ലെ? എന്തൊക്കെയാ? റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, അതായത് വയലുകളൊക്കെ നികത്തുക. ഇന്റൻസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അമിതമായ തോതിൽ രാസവളം പ്രയോഗിക്കുക, രാസകീടനാശിനികൾ പ്രയോഗിക്കുക. പൊളൂട്ടിംഗ് ആൻഡ് വേസ്റ്റിംഗ് ക്ലീൻ വാട്ടർ, ശുദ്ധജലം മലിനമാക്കുക, അത് പാഴാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. അതും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയാണ്. അതേപോലെ ഡീഫോറസ്റ്റേഷൻ നമുക്ക് പറയാം. ഡീഫോറസ്റ്റേഷൻ, ഓക്കെ, വനങ്ങളൊക്കെ നശിപ്പിക്കുക. അതുപോലെ ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, പൊതുസ്ഥലങ്ങളിലൊക്കെ മാലിന്യം വലിച്ചെറിയുക. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും കാണാം. ഇതൊക്കെ നമ്മുടെ എൻവയോൺമെന്റിന് ഒരുപാട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ചലഞ്ചായി മാറുന്ന നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. ഓൾ ദി അബോവ് ആക്ടിവിറ്റീസ് ഹാമ്പർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതായത് ഈ മോള് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ സുസ്ഥിര വികസനത്തിന്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് തടസ്സമാണ്. ആൻഡ് ക്യാൻ യു മേക്ക് എ ഫ്യൂ സജഷൻസ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ദാറ്റ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ആസ് വെൽ. അതായത് പ്രകൃതി വിഭവങ്ങളൊക്കെ വരും തലമുറയ്ക്ക് കൂടി, ഫ്യൂച്ചർ ജനറേഷനും കൂടി ലഭ്യമാകും വിധം സാമ്പത്തിക വികസനം സാധ്യമാക്കാൻ വേണ്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പറയുകയാണ്. നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാം? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഓക്കെ, അതായത് മഴവെള്ളം സംഭരിക്കാം. അതേപോലെ അഫോറസ്ട്രേഷൻ, റീസൈക്കിൾ ഓഫ് പ്ലാസ്റ്റിക്, യൂസ് പേപ്പർ ബാഗ്സ്, അതേപോലെ യൂസ് ബയോഗ്യാസ് പ്ലാന്റ്സ്, സോളാർ എനർജി കൺസംഷൻ,
അങ്ങനെ കുറേ കാര്യങ്ങൾ, പ്രകൃതിയുമായി ഇണങ്ങിപ്പോകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് എന്ത് ചെയ്യാം, വരും തലമുറക്ക്, ഫ്യൂച്ചർ ജനറേഷനും കൂടി സേവ് ചെയ്ത് വെക്കാൻ, കരുതി വെക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഏതായാലും വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഈ അവസാനത്തെ ഭാഗം അവസാനം പഠിക്കാന്ന് വിചാരിച്ച് മാറ്റി വെക്കണ്ട. അത് നിർബന്ധമായിട്ടും എക്സാമിന് പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഇന്ന് ആവശ്യം. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. നിർബന്ധമായിട്ടും നമ്മളത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഏതായാലും അതിന്റെ ഡെഫിനേഷൻ ഉൾപ്പെടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.